നമസ്കാരം. ഞാൻ ഡോക്ടർ ജീൻ എബ്രഹാം, അടൂർ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ കൺസൾട്ടന്റ് ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഡയബറ്റീസിന്റെ റിസ്ക് ഫാക്ടേഴ്സിനെ പറ്റിയാണ്. നമ്മൾക്കറിയാം, ഡയബറ്റീസ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പബ്ലിക് ഹെൽത്ത് പ്രോബ്ലമാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങൾ കാണിക്കുന്നത് ഇന്ത്യയിൽ അപ്രോക്സിമേറ്റ്ലി 10% ആളുകൾക്ക് ഡയബറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യുവാൻ ഉണ്ടാകുവാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പ്രീ ഡയബറ്റീസ് എന്നുള്ളൊരു സാഹചര്യമുള്ളതാണ്. ഫാസ്റ്റിംഗ് ഷുഗർ 100-നും 125-നും ഇടയിലായിരിക്കുക, അല്ലെങ്കിൽ 3 മാസത്തെ ഷുഗറിന്റെ ആവറേജ് 5.6 to 6.5 എന്നീ വാല്യൂസിൽ ഉള്ളവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഷുഗർ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ മറ്റ് റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഫാമിലി ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേരൻസ്, സഹോദരങ്ങൾ ഇവർക്ക് ഡയബറ്റീസ് ഉള്ളവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഡയബറ്റീസ് ഉണ്ടാകുവാനുള്ള റിസ്ക് കൂടുതലാണ്. അതുപോലെ തന്നെ വണ്ണക്കൂടുതൽ, വ്യായാമമില്ലായ്മ, ഉറക്കക്കുറവ്, സ്ട്രെസ് ഇതെല്ലാം ഷുഗർ ഉണ്ടാകുവാൻ റിസ്ക് കൂട്ടുന്ന കാര്യങ്ങളാണ്. അതേപോലെ പുകവലി ശീലവും ഡയബറ്റീസിന്റെ റിസ്ക് കൂട്ടുന്നതാണ്. ഭക്ഷണ ശീലങ്ങൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ, റെഡ് മീറ്റ്, പ്രോസസ്ഡ് മീറ്റ്, ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നവർക്ക് ഡയബറ്റീസ് ഉണ്ടാകാനുള്ള റിസ്ക് കൂടുതലാണ്. ഡയബറ്റീസ് ഉണ്ടാകുവാനുള്ള റിസ്ക് കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്ട്സ് ഇവയെല്ലാം കൂടുതലായിട്ട് കഴിക്കുന്നത്, ഹോൾ ഗ്രെയിൻസ് കൂടുതലായിട്ട് കഴിക്കുന്നതും ഡയബറ്റീസ് ഉണ്ടാകുവാനുള്ള റിസ്ക് കുറയ്ക്കുന്ന ഒരു ഭക്ഷണക്രമമാണ്. താങ്ക് യു.